ആലുവയിൽ നിന്ന് കാണാതായ 12-കാരിയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ വരുന്നു. വിഷ്ണു സുരേഷ് അവിടെ നിന്ന് ചേരുന്നു മനസ്സിലാക്കുന്നു. വിഷ്ണു, വിവരങ്ങൾ. ആലുവയിൽ നിന്ന് ഇന്ന് കാണാതായ 12 വയസ്സുകാരിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അങ്കമാലിയിൽ വെച്ച് പോലീസ് കണ്ടെത്തിയിരുന്നു. 12 വയസ്സുകാരിയാണ്. CCTV ദൃശ്യങ്ങളിലടക്കം പെൺകുട്ടി 3 യുവാക്കളും പോകുന്നത് കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ അങ്കമാലിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടെത്തി. ഒപ്പമുണ്ടായ യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. കേസിൽ ഇപ്പോൾ കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തും. തുടക്കത്തിൽ ഒരു മിസ്സിംഗ് കേസ് എന്ന രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ പരാതിയിലായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്ത്. ഇപ്പോൾ 12-കാരിയായതിനാൽ തന്നെ കേസിന്റെ സ്വഭാവം മാറും. തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെയുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷ്, വിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? സുഹൈല, രണ്ടുപേരെയാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നേരത്തെ ഒരാളെന്നായിരുന്നു ലഭിച്ച സൂചന. പക്ഷേ രണ്ടുപേരെ അല്പസമയം മുമ്പ് അങ്കമാലിയിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെയും എത്തിച്ചിട്ടുണ്ട്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുട്ടിക്കില്ല. പക്ഷേ കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകും എന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് താനും. ഈ ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ കൊണ്ടുപോയത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ? അക്കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത വരണം. ഇനിയിപ്പോൾ അങ്ങനെ പോയതാണെങ്കിൽ പോലും കുട്ടിക്ക് 12 വയസ്സ് മാത്രമാണ് പ്രായം. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട്. 2 പേർ യുവാക്കളാണ്. അവർക്ക് പ്രായപൂർത്തിയായ ആളുകളാണെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെ എന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, കുട്ടി എന്ത് കാരണത്താൽ ഇങ്ങോട്ടേക്ക് എത്തിയത്, അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നു. എന്തുകൊണ്ടാണ് അങ്കമാലിയിൽ പോയത്, മറ്റേതെങ്കിലും പ്രാദേശിക സഹായം ലഭിച്ചോ, അക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരണമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഒപ്പം ഇവരിവിടെ നേരത്തെ സ്ഥിരതാമസമായിരുന്ന ആളുകളാണോ, കേരളത്തെക്കുറിച്ച് പരിചയം ഉള്ള ആളുകളാണോ, അതല്ലെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് എത്തിയതാണോ, അതിലും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കുട്ടിയെ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വകുപ്പുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ചുമത്തും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കുട്ടിക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകും. മാനസിക നിലയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കും എന്ന് വ്യക്തമാക്കുന്നു. കുട്ടിയെ ഇതിന് ശേഷമായിരിക്കും വീട്ടുകാർക്കൊപ്പം വിട്ടയക്കുക. സുഹൈൽ, വിഷ്ണു, ഈ 12 വയസ്സുകാരിയെ കാണാനില്ല എന്ന വിവരം ആദ്യം അറിയുന്ന അമ്മയുടെ ഫോണിലേക്ക് വന്ന കോളിന് പിന്നാലെയാണോ? ഇപ്പോൾ 2 പേർ കസ്റ്റഡിയിലായിരിക്കുന്നു മനസ്സിലാക്കുന്നു. പ്രായപൂർത്തിയായവരാണെന്ന് വിഷ്ണു തന്നെ പറയുന്നു. ഇവരും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവർ തന്നെയാണോ? ഇവരുടെ വിശദാംശങ്ങൾ, സ്വദേശം, പേര്, ഇവയെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഇവർ ഈ പെൺകുട്ടി താമസിക്കുന്ന ഇടത്തിന് സമീപം താമസിക്കുന്നവരാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ അല്ല, അത് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായിട്ടുണ്ട്. അവർ ഈ 2 പേർ CCTV ദൃശ്യങ്ങളിൽ ഉള്ള ആളുകൾ തന്നെയാണെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇതിൽ ഒരാളുടെ പേര് മനേക് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഇവർ മൂർഷിദാബാദ് സ്വദേശികളാണ് എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരാൾ അവിടെ നിന്നാണ് ഫോൺ കോൾ എത്തിയത്. ഈ പെൺകുട്ടി കഴിഞ്ഞ 1 മാസം മുമ്പാണ് ഇങ്ങോട്ടേക്ക് ആലുവയിലേക്ക് വീട്ടുകാർക്കൊപ്പം എത്തിയത്. വീട്ടുകാർ ഇവിടെ കുറെ നാളുകളായി ഉണ്ട്. പക്ഷേ പെൺകുട്ടി എത്തിയത് കഴിഞ്ഞ മാസം മാത്രമാണ്. ഇവർക്ക് തമ്മിൽ പരിചയമുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവർ നേരത്തെ കണ്ടിട്ടുള്ള ആളുകളാണ്. കുട്ടി ഇവരുമായി സംസാരിക്കുന്ന ഉൾപ്പെടെ ആ CCTV ദൃശ്യങ്ങൾ ഉണ്ട് താനും. പക്ഷേ അപ്പോഴും ഇതിനൊരു തട്ടിക്കൊണ്ടുപോകൽ സ്വഭാവം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് ഇതുവരെ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് കൂടുതൽ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ, ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. നിലവിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തു. അവരെ ചോദ്യം ചെയ്യുകയാണ്. അവരുടെ പശ്ചാത്തലം ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. സുഹൈൽ, വിഷു, ആലുവയിൽ നിന്ന് അങ്കമാലിയിൽ എത്തുന്നു. തുടക്കത്തിൽ തന്നെ പോലീസ് മണിക്കൂറുകൾക്ക് മുമ്പ് ഇവരെ കണ്ടെത്തുന്നു. റെയിൽവേ സ്റ്റേഷൻ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. സ്വാഭാവികമായി അവർ അങ്കമാലി വിടുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും വീട് വിട്ടിറങ്ങിയിട്ടുണ്ടാകുക. തട്ടിക്കൊണ്ടുപോകൽ കേസ് പിന്നീട് ചുമത്തുകയാണെങ്കിൽ പോലും. അപ്പോൾ ഈ ഘട്ടത്തിൽ ഒരു പ്രാദേശിക സഹായത്തിന് സാധ്യത ഏറെയാണ്. കാരണം സ്ഥലം 1 മാസം മുമ്പ് മാത്രം ഇവിടെ എത്തിയ പെൺകുട്ടി. അത്തരത്തിലൊരു പ്രാദേശിക സഹായം സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ഈ ഘട്ടത്തിലുണ്ടോ?
അതിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും കൃത്യമായി എടയപ്പുറം പോലത്തെ ഒരു സ്ഥലത്തേക്ക് എത്തുക എന്നുള്ളത് ഒരല്പം ശ്രമകരമായ കാര്യമാണ്. കൃത്യമായ ആ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിപ്പെടാനാവുകയുള്ളൂ. ഇവരങ്ങോട്ടേക്ക് എത്തിയത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും അതോടൊപ്പം തന്നെ അങ്കമാലിയിലുള്ള അതിഥി തൊഴിലാളികളുടെ പ്രദേശത്ത് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ അത്തരമൊരു സഹായം ലഭിച്ചതായ ഒരു പ്രാഥമികമായ ഒരു സംശയം പോലീസിനുണ്ട്. പക്ഷേ അത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ അക്കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് എത്താനാവുകയുള്ളൂ. പോലീസിന്റെ ഒരു ഇടപെടൽ ഈ കേസിൽ ഏറ്റവും നിർണായകമായി അവരെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കാരണം 5:30 ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഏകദേശം 5 മണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടിയെ കണ്ടെത്താനായി എന്നുള്ളത് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഇനി കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കേസിന്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളൊക്കെ പുരോഗമിക്കുകയാണ്. സുഹൈൽ, ശരി. ആലുവയിൽ നിന്ന് 12 വയസ്സുകാരെ കാണാതായ സംഭവത്തിൽ 2 യുവാക്കൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പെൺകുട്ടി കൗൺസിലിംഗ് അടക്കം നൽകാനൊരുങ്ങുകയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.